ഹായ്. അങ്ങനെ അടുത്ത വ്യാഴം വെള്ളി ദിവസം വന്നെത്തിയിരിക്കുകയാണ് സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ദിവസം. അപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ ആഴ്ചയാണ്, ജനുവരി മാസത്തെ രണ്ടാമത്തെ ആഴ്ച. ഈ ഒരാഴ്ച ഏകദേശം 9ഓളം സിനിമകളാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്നും നാളെയായിട്ടാണ്. ഇന്ന് ഒരു സിനിമ ഉണ്ട്, അതായത് ജനുവരി മാസം 9, 10 തീയതികളിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പേ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള തിയേറ്റർ റിലീസ് അപ്ഡേറ്റുകൾ, മൂവി അപ്ഡേറ്റുകൾ, കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് ഇന്നും നാളെയായിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമയാണ്. 9-ാം തീയതി ഒരു സിനിമ മാത്രമേ തിയേറ്റർ റിലീസ് ചെയ്യുന്നുള്ളൂ. ഒരു ക്രൈം ഡ്രാമ സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. രേഖ ചിത്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് കെ ജയൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജോഫിൻ ടി ചാക്കോയാണ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. രാമു സുനിലാണ് ഈ സിനിമയുടെ തിരക്കഥ സംഭാഷണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ രേഖ ചിത്രം എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയോ മമ്മൂക്കയുടെ എന്തൊക്കെയോ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്യാം. ഇന്നെന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോകുന്നുണ്ട്. പിന്നെ രാവിലെ 10:30-ക്കാണ് സിനിമയുടെ ഷോ വരുന്നത്, ഫസ്റ്റ് ഷോ വരുന്നത്. സിനിമ കണ്ട് ഒരു 1 മണി 1:30 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹിന്ദി മൂവിയാണ്. ഒരു ഹിന്ദി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സോനു സൂദ്, ജാക്ലിൻ ഫെർണാണ്ടസ്, നസുദ്ദീൻ ഷാ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫത്തേഹ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സോനു സൂദ് തന്നെയാണ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമ ജനുവരി മാസം 10-ാം തീയതി, നാളെയാണ് തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മൂന്നാമത്തെ സിനിമ എന്നുള്ളത് എൻ വഴി തനി വഴി എന്ന മലയാള സിനിമയാണ്. ഫസൽ പൂനൂര്, അഖില ശ്രീലേഷ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പി ജോസഫ് ജെറിനാണ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാരുടെ കഥയാണ്. എൻ്റെ നാട്ടിലെ ആൾക്കാരാണ് ഈ അഖില ശ്രീലേഷും ഫസൽ പൂനൂരും ഒക്കെ എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ അവരുടെ ഒരു കൊച്ചു സിനിമയാണ് എൻ വഴി തനി വഴി എന്ന് പറയുന്ന സിനിമ. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ജനുവരി മാസം 10-ാം തീയതി, നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഒരു ഡ്രാമ പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മാച്ച് ഫിക്സിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാച്ച് ഫിക്സിംഗ്. വിനീത് കുമാർ, അനൂജ സത്യ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കേഡാർ ഗെക്വാദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനുവരി മാസം 10-ാം തീയതി മാച്ച് ഫിക്സിംഗ് എന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡെൻ ഓഫ് തീവ്സ് ടു പണ്ടേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡെൻ ഓഫ് തീവ്സ് ടു പണ്ടേര സിനിമയുടെ പേര് വരുന്നത് അങ്ങനെയാണ്. ഇംഗ്ലീഷ് ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നാളെ ജനുവരി മാസം 10-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നോസ്ഫെറാറ്റു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമക്ക് ഒരുപാട് വെയിറ്റിംഗ് ഉള്ള ഒരു സിനിമയാണ്. എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ്. നാളെ, അതായത് ജനുവരി മാസം 10-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. നമ്മുടെ മലയാളിയായ ഷേന്തികത്തിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ. ആദ്യത്തെ തമിഴ് സിനിമ തന്നെയാണ്. നായകനായിട്ട് വരുന്ന സിനിമയാണ്. മദ്രാസ്കാരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷേന്തികോ അതുപോലെ കലയരസനും ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. വാലി മോഹൻദാസ് ആണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകൾ ജനുവരി മാസം, ഇത് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. മദ്രാസ്കാരൻ എന്ന സിനിമ ജനുവരി മാസം 10-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത സിനിമ എന്നുള്ളൊരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ന് സ്വന്തം പുണ്യാളം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് മഹേഷ് മധു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. സാംസിയസ് ആണ് ഈ സിനിമയിൽ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മലയാളം, തമിഴ് ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ നാളെ ജനുവരി മാസം 10-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ബ്രഹ്മാണ്ഡ റിലീസാണ്. നമ്മുടെ ശങ്കർ ഡയറക്റ്റ് ചെയ്ത ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ രാംചരൺ, കിയാര അദ്വാനി, സമുദ്രക്കനി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്താ പറയുക, പാൻ ഇന്ത്യ റിലീസായിട്ട് നാളെ ജനുവരി മാസം 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്
പിന്നെ ഇന്നും നാളെ ജനുവരി മാസം 9, 10 തീയതികളായിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകളായിട്ടുള്ളത്. ഈ ഒരു സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. രേഖാചിത്രം ഇന്ന് റിലീസ് ഉണ്ട്. ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയി കാണും, കണ്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. നാളെയാണ് മലയാള സിനിമ വേറെ പിന്നെന്താ പറയുക എന്ന് സ്വന്തം പുണ്യാളങ്ങൾക്ക് നാളെയാണ് റിലീസ്. ബാക്കിയുള്ള സിനിമകളൊക്കെ 9 റിലീസുകളുണ്ട്. അതിൽ 8 റിലീസുകളും ജനുവരി മാസം 10-ാം തീയതിയാണ്. അപ്പോൾ എന്തായാലും സിനിമകളൊക്കെ കണ്ട് റിവ്യൂസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എൻ്റെ മറ്റേ ചാനലിൽ നിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും റിവ്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.